ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേറ്റ്സിലേക്ക് പോകാം. മോർണിംഗ് ആക്ടിവിറ്റി ആയിരുന്നു ലൈവിൽ നടന്നത്. ഒരാളെ എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റുമായിട്ട് ബിഗ് ബോസ് ഹൗസിലെ ഒരു ഒബ്ജക്റ്റുമായിട്ട് ഉപമിച്ച് അതിനൊരു റീസൺ പറയണം. അതാണ് മോർണിംഗ് ടാസ്ക്. ആദ്യം അനീഷ് മുന്നോട്ട് വന്നു നിന്ന് നെവിനെ പഞ്ചസാരയുമായിട്ട് ഉപമിച്ചു. പക്ഷെ പഞ്ചസാര ഒരു വസ്തു അല്ലാത്തത് കൊണ്ട് അത് പരിഗണിച്ചില്ല. ഇത് കഴിഞ്ഞ് ഷാനവാസ് മുന്നോട്ട് വന്നു നിന്ന് അതിലെ കുക്കിംഗ് ഗ്യാസുമായിട്ട് ഉപമിക്കുന്നുണ്ട്. ഗ്യാസ് കുറ്റിയുമായിട്ടാണ് ഉപമിക്കുന്നത്. ടേസ്റ്റി ആയിട്ടുള്ള നല്ല ഫുഡൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും, പക്ഷെ സൂക്ഷിച്ച് ഉപയോഗിച്ചില്ലെങ്കിൽ പൊട്ടിത്തെറിക്കും എന്നാണ് ഷാനവാസ് പറഞ്ഞത്. കറക്റ്റ് ഉപമയാണ് കേട്ടോ. നെവിൻ മുന്നോട്ട് വന്നിരുന്ന അക്ബറിനെ ഊഞ്ഞാലുമായിട്ട് ഊമിക്കുന്നുണ്ട്. ആരെങ്കിലും ആട്ടിക്കൊടുത്തില്ലെങ്കിൽ അനങ്ങത്തില്ല. ഒന്നെങ്കിൽ കാറ്റ് വന്ന് വീശണം, അതല്ലെങ്കിൽ ആരെങ്കിലും ആട്ടിക്കൊടുക്കണം. ഇതും കൊള്ളാമായിരുന്നു കേട്ടോ. സ്വന്തമായിട്ട് ആടാൻ പറ്റില്ല എന്നൊരു കാരണമാണ് നെവിൻ പറഞ്ഞത്. അത് കൊള്ളാമായിരുന്നു. സാബുമാൻ ഒനീലിനെ ബീൻ ബാഗുമായിട്ട് ഉപമിക്കുന്നുണ്ട്. വന്നു കയറിയ ദിവസം മുതൽ ഒനീൽ അതിന്റെ മുകളിലാണെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഭയങ്കര പോസിറ്റീവ് ആയിട്ടുള്ള രീതിയിലാണ് സാബുമാൻ പറഞ്ഞത്. അത് അങ്ങനെ ആക്കി തീർത്തതാണ് ഒനീല്. അക്ബർ അനീഷിനെ താരതമ്യപ്പെടുത്തുന്നത് തത്തയുമായിട്ടാണ്. തത്ത ഇങ്ങനെ പഠിച്ച കാര്യം ഇങ്ങനെ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുക അല്ലാതെ വേറെ ഒരു ഗുണവും അതിനെ കൊണ്ടില്ല എന്നൊരു റീസൺ അക്ബർ പറയുന്നുണ്ട്. ആര്യൻ ജിസേലിനെ കൊടയുമായിട്ട് ഉപമിക്കുന്നുണ്ട്. തണല് തരുന്ന സാധനമാണ് അത് എന്നൊക്കെ പറഞ്ഞ് ഷുഗർ കോട്ട് ചെയ്ത് സംസാരിക്കുന്നുണ്ട്. പോസിറ്റീവ് സെൻസിലാണ് പറയുന്നത്. ലക്ഷ്മി അനീഷിനെ സ്റ്റോർ റൂം ക്യാമറയുമായിട്ട് ഉപമിക്കുന്നുണ്ട്, കമ്പയർ ചെയ്യുന്നുണ്ട്. മൂഡിനനുസരിച്ച് സ്റ്റോർ റൂം ക്യാമറ അനങ്ങത്തുള്ളൂ. മൂഡില്ലെങ്കിൽ അതിങ്ങനെ സ്തംഭിച്ച് നിൽക്കും എന്നാണ് പറയുന്നത്. ഇങ്ങനെ സ്റ്റാച്ചു ആയിട്ട് നിൽക്കും എന്നാണ് പറയുന്നത്. എന്നുവെച്ചാൽ അനീഷ് മൂടുള്ള സമയത്ത് മാത്രമേ മിണ്ടത്തുള്ളൂ, അല്ലാത്ത പക്ഷം അനീഷ് മിണ്ടാതെ നിൽക്കും. ആ വഴി ഈ വഴി നടന്നുകൊണ്ടിരിക്കും എന്നുള്ള രീതിയിൽ അങ്ങനെയാണ് ലക്ഷ്മി പറയുന്നത്. പിന്നെ ബിന്നി നെവിനെ ഒരു വാഷിംഗ് മെഷീനോട് ഉപമിക്കുന്നുണ്ട്. വാഷിംഗ് മെഷീനിൽ ഒരുപാട് ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ട്, പക്ഷെ അതുകൊണ്ട് ഒരു യൂസും ഇല്ല എന്നൊക്കെയാണ് പറയുന്നത്. കോമഡി ആയിട്ടാണ് പറയുന്നത്. അക്ബറിനെ ആദില നൈസായിട്ട് റോസ്റ്റ് ചെയ്ത് വിടുന്നുണ്ട്. കത്തിയാണ് അക്ബർ എന്ന് പറയുന്നുണ്ട്. നമ്മളിപ്പോ ഒരു ആടിനെ മുറിക്കാൻ നേരത്തെ ആടിന്റെ ഇമോഷൻസോ കാര്യങ്ങളോ ഒന്നും നോക്കത്തില്ല. അപ്പൊ അങ്ങനെ ഇമോഷൻസ് നോക്കാത്തൊരു അറവക്കത്തിയാണ് അക്ബർ എന്നുള്ള രീതി അതിലെ പറയുന്നുണ്ട്. ഇമോഷൻസ് നോക്കാതെ ഉള്ളൊരു കത്തിയാണ് പറയുന്നത്. വാക്കിന് മൂർച്ച ഉണ്ടെന്നൊന്നും അല്ല, പറയുന്നത് ശുദ്ധ പൊട്ടത്തരമാണെന്നൊക്കെ അതിലെ പറയുന്നുണ്ട് അക്ബറിനെ പറ്റി. പിന്നെ അനീഷ് ആദിലിനെ സേഫ്റ്റി പിന്നുമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. കുഞ്ഞു ഒബ്ജക്റ്റ് ആണ്, പക്ഷെ അത് വെച്ച് കുത്തിക്കഴിഞ്ഞാൽ രക്തം പൊടിയും എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. ഇനി എന്നെ വേദനിപ്പിക്കരുത് എന്നും അതിലയുടെ അടുത്ത് അനീഷ് പറയുന്നുണ്ട്. അനുമോൾ ആര്യനെ ഉപമിച്ചത് തുണി ഉണങ്ങാനിടുന്ന ആ ഒരു ചെയർ ആയിട്ടാണ്. ഉണങ്ങാനായിട്ട് ആർക്ക് വേണേലും എന്ത് വേണേലും ആര്യന്റെ മുകളിൽ കൊണ്ടുപോയി ഇടാം, പക്ഷെ അതുകൊണ്ട് വേറെ ഒരു ഗുണവും ഇല്ല. അതിങ്ങനെ വെയിലത്ത് ഇങ്ങനെ കിടക്കുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് അനുമോള് ആര്യനെ ആ ഒരു സംഭവമായിട്ട് ഉപമിക്കുന്നുണ്ട്. ഒനീല് ലക്ഷ്മിയെ ബീൻ ബാഗുമായിട്ട് ഉപമിക്കുന്നുണ്ട്. വന്നു കയറിയ ദിവസം ഒത്തിരി ബീൻസ് ഒക്കെ ഉള്ള നല്ലൊരു ബീൻ ബാഗ് ആയിരുന്നു. പിന്നീട് ആളുകൾ അതിന്റെ മുകളിൽ ഇരുന്നിരുന്നിരുന്ന് അതിന്റെ ഗ്യാസ് എല്ലാം പോയി, ഗ്യാസ് അല്ല, അതിന്റെ ബീൻ ബാഗ് എല്ലാം പോയി എന്നുള്ള രീതിയിൽ ഒനീല് പറയുന്നുണ്ട്. പിന്നെ നൂറ ടൂത്ത് ബ്രഷുമായിട്ട് ഒനീലിനെ ഉപമിക്കുന്നുണ്ട്. ജിസേലിന് ആ ഒരു പ്രൈസ് കിട്ടിയ പിന്നെ ഒനീൽ എന്നും പല്ലൊക്കെ തേക്കും റീസൺ പറഞ്ഞിട്ടാണ് നൂറ ഒനീലിന്റെ ടൂത്ത് ബ്രഷുമായിട്ട് താരതമ്യപ്പെടുത്തുന്നത്. ജിസേൽ അനുമോൾ ഒരു മിററുമായിട്ട് ഉപമിക്കുന്നുണ്ട്. അനുമോൾക്ക് ഭംഗിയൊക്കെ ഉണ്ട്, പക്ഷെ ഉള്ളിന്റെ ഉള്ളിൽ ടൂ ഫേസ്ഡ് ആണോ എന്നുള്ളൊരു കാര്യം മനസ്സിലാവുന്നില്ല എന്നും അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് ഈ ഒരു ടാസ്ക്, മോർണിംഗ് ടാസ്ക്. ഇതിനകത്ത് ഏറ്റവും നന്നായിട്ട് ഒരു ഉപമ നടത്തിയത് എനിക്ക് തോന്നുന്നത് നെവിൻ, പിന്നെ ഷാനവാസ്, അനീഷ്, ഇവരുടെ 3 പേരെ ഉപമ കൊള്ളാമായിരുന്നു. ആദില അക്ബറിനെ കത്തിയായിട്ട് ഉപമിച്ചതും കൊള്ളാമായിരുന്നു. ഈ 4 പേരുടെയും കമ്പാരിസൺസ് വളരെ വാലിഡ് ആയിട്ട് എനിക്ക് തോന്നി. ഇതൊക്കെയായിരുന്നു പ്രധാന ലൈവ് അപ്ഡേറ്റുകൾ. കൂടുതൽ ലൈവ് അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും കാണാം.